ഈ ഡയറി എഴുതിയപ്പോൾ അവൾക്ക് പ്രായം വെറും 13. പക്ഷേ അവളുടെ വാക്കുകൾ ഇന്നും ലോകത്തെ നടുക്കുന്നു. ആൻ ഫ്രാങ്കിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു ആൻ ഫ്രാങ്ക്. 1933-ൽ ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി പാർത്തു. ജർമ്മൻ പട്ടാളം ഹോളണ്ടിനെ ആക്രമിച്ചപ്പോൾ യഹൂദരായിരുന്ന ആൻ ഫ്രാങ്കും കുടുംബവും ഒരു ഒളിസങ്കേതത്തിൽ അഭയം തേടി. 1944 ആഗസ്റ്റ് 4 നാസി പോലീസ് ഒളിത്താവളത്തിൽ മിന്നൽ പരിശോധന നടത്തിയതോടെ ആനും കുടുംബവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായി. നാസിപ്പടയെ ഭയന്ന് കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുമ്പോൾ ആൻ എഴുതിയ ഡയറിക്കുറിപ്പുകൾ പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതവംശജർ അനുഭവിക്കേണ്ടിവന്ന കഷ്ടതകളെക്കുറിച്ചുള്ള ചിത്രം തരുന്നവയായിരുന്നു ആ കുറിപ്പുകൾ. 1947-ലാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി പ്രസിദ്ധീകരിക്കുന്നത്. 1945 മാർച്ചിൽ ഹോളണ്ടിന്റെ മോചനത്തിന് കേവലം 2 മാസം മുമ്പ് ബെർഗൻ-ബെൽസൻ എന്ന കുപ്രസിദ്ധ നാസി തടവറയിൽ വച്ച് ടൈഫസ് പിടിപെട്ട് ആൻ ഫ്രാങ്ക് അന്തരിച്ചു. യുദ്ധത്തിനുശേഷം ആംസ്റ്റർഡാമിലേക്കു തിരികെ വന്ന ആൻ ഫ്രാങ്കിന്റെ പിതാവുമായ ഓട്ടോ ഫ്രാങ്കിനാണ് ഈ കുറിപ്പുകൾ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് 1947-ൽ ഇവ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഡച്ചു ഭാഷയിലായിരുന്ന ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് 1952-ൽ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിലാണ്. പിന്നീട് 60ഓളം ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധം 2 ആത്മകഥകളിലൂടെ ഇന്നും ജീവിക്കുന്നു. ജർമ്മനിയിലെ സ്വേച്ഛാപതിയായിരുന്ന ഹിറ്റ്ലറുടെ മെയിൻ കാംഫും ആൻ ഫ്രാങ്ക് എന്ന കൗമാരക്കാരിയുടെ ഡയറി ഓഫ് ആൻ ഫ്രാങ്കും. ഹിറ്റ്ലറുടെ ആത്മകഥയിൽ ഇല്ലാത്തതെല്ലാം ആനിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിലെ ഒരു പുരാതന ജൂത കുടുംബത്തിൽ 1929 ജൂൺ 12-നായിരുന്നു ആനിന്റെ ജനനം. പിതാവ് ഒട്ടോ ഫ്രാങ്ക് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് എഡിത്ത് ഫ്രാങ്ക് വീട്ടമ്മയും. മാർഗരെറ്റ് ആയിരുന്നു ഏക സഹോദരി. 1933-ൽ ജർമ്മനിയിൽ നാസി പാർട്ടി ശക്തി പ്രാപിക്കുകയും ജൂതവിദ്വേഷം വ്യാപകമാവുകയും ചെയ്തോടെ ഒട്ടോ ഫ്രാങ്കിന്റെ ബാങ്ക് നഷ്ടത്തിലായി. വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ സഹിക്കാനാവാതെ കുടുംബത്തോടൊപ്പം നെതർലൻഡിലേക്കു പോകാൻ അദ്ദേഹം നിർബന്ധിതനായി. തന്റെ 5-ാം വയസ്സിൽ ആൻ ഫ്രാങ്ക് കുടുംബത്തിനൊപ്പം നെതർലൻഡിലെത്തി. 1933 മുതൽ 1939 വരെ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത അനവധി ജൂത കുടുംബങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ഫ്രാങ്ക് കുടുംബം. ഒട്ടോ ഫ്രാങ്ക് ആംസ്റ്റർഡാമിൽ ഒരു ജാം നിർമ്മാണ കമ്പനി ആരംഭിച്ചു. 1940 മെയ് 10-ന് ജർമ്മൻ പട്ടാളം നെതർലൻഡിലെത്തുന്നതുവരെ ആ കൊച്ചു കുടുംബം സന്തോഷകരമായി കഴിഞ്ഞുകൂടി. ആനും സഹോദരിയും വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു. സഹോദരി ഗണിതത്തിൽ മികവു പുലർത്തിയപ്പോൾ ആനിന് താൽപ്പര്യം സാഹിത്യത്തിലായിരുന്നു. നെതർലൻഡിലെ ജർമ്മൻ ഭരണകൂടം ജൂതന്മാർ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആനും മാർഗരേറ്റും ജൂതർക്ക് മാത്രമുള്ള സ്കൂളിലേക്കു മാറേണ്ടി വന്നു. അതിനിടെ 1942 ജൂൺ 12-ന് അവളുടെ 13-ാം ജന്മദിനത്തിൽ ഒട്ടോ ഫ്രാങ്ക് മകൾക്ക് ഒരു ഡയറി സമ്മാനിച്ചു. കിറ്റി എന്ന് ഓമനപ്പേരിട്ട ഡയറിയിൽ 1942 ജൂൺ മുതൽ അവൾ എഴുതിത്തുടങ്ങി. പിൽക്കാലത്ത് ചരിത്രം കുറിച്ച ആ ഡയറിക്കുറിപ്പുകളിൽ ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒളിത്താവളങ്ങളിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന ഒരു വംശത്തിന്റെ വേദനയുണ്ടായിരുന്നു. 1942 ജൂലൈ 5-ന് ഫ്രാങ്ക് കുടുംബത്തിന് ജർമ്മൻ ക്യാമ്പിൽ ഹാജരാകാനുള്ള അറിയിപ്പ് ലഭിച്ചു. മാർഗറ്റ് ജർമ്മനിയിലേക്കു പോകാൻ തയ്യാറായില്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം തുറുങ്കിലടയ്ക്കപ്പെടുമെന്നായിരുന്നു അറിയിപ്പ്. അപ്പോഴേക്കും ജർമ്മനിയിൽ ജൂതന്മാരുടെ സ്ഥിതി അത്യന്തം വഷളായിരുന്നു. അവർ 2-ാം തരം പൗരന്മാരായി തരം താഴ്ത്തപ്പെട്ടിരുന്നു. സർക്കാരുദ്യോഗങ്ങൾ വഹിക്കുന്നതിനും സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിനും വിലക്ക് കർശനമാക്കപ്പെട്ടിരുന്നു. ജൂതവംശജരും അല്ലാത്തവരും തമ്മിലുള്ള വിവാഹബന്ധം പോലും നിഷിദ്ധമായിരുന്നു. ജർമ്മനിയിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രായോഗികമല്ലെന്നു മനസ്സിലാക്കിയ ഒട്ടോ ഫ്രാങ്കു തെരവ് ലഭിച്ച് അധികം വൈകാതെ കുടുംബത്തോടൊപ്പം നേരത്തെ തയ്യാറാക്കിയിരുന്ന ഒളിസങ്കേതത്തിലേക്കു മാറി. ആൻ ഡയറി എഴുതുന്നതിനോടൊപ്പം തന്നെ കഥകളും അനുഭവങ്ങളും എഴുതി സൂക്ഷിച്ചിരുന്നു. യുദ്ധത്തിനുശേഷം അവ പ്രസിദ്ധീകരിക്കാനും ആൻ ആഗ്രഹിച്ചിരുന്നു. ആൻ എഴുതിയ കഥകൾ, ഓർമ്മക്കുറിപ്പുകൾ, ലേഖനങ്ങൾ എന്നിവ ഒളിത്താവളത്തിൽ നിന്നുള്ള കഥകൾ എന്ന പേരിൽ പുറത്തിറക്കി. 14 കഥകളും 16 ഓർമ്മക്കുറിപ്പുകളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്യുന്ന ജാം നിർമ്മാണ കമ്പനിയുടെ മുകളിലാണ് ഒളിത്താവളം. 3-ാമത്തെ നിലയിൽ വലതുവശത്തുള്ള വാതിലിലൂടെയാണ് ഒളിത്താവളത്തിൽ കടക്കുന്നത്. നിറം മങ്ങിയ ആ വാതിലിനപ്പുറം ഏറെ മുറികളുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. വാതിലിനപ്പുറമുള്ള ചെറിയ മരഗോവണി കയറിയാൽ ഒളിത്താവളത്തിലെത്താം.
സീക്രട്ട് അനക്സ് എന്നാണ് ആൻ ഈ താവളത്തിന് പേരിട്ടത്. പ്രവേശന കവാടത്തിന് നേരെ എതിർവശത്തായി കുത്തനെ മറ്റൊരു ഗോവണി കയറി ആദ്യമെത്തുന്നത് ഫ്രാങ്ക് കുടുംബത്തിന്റെ കിടപ്പുമുറിയിലാണ്. അടുത്തുള്ള ചെറിയ മുറിയിൽ ആനും മാർഗരേറ്റും. വീണ്ടും ഗോവണി കയറിയാൽ കാണുന്നത് വിശാലമായ ഒരു മുറിയാണ്. ഒളിയിടത്തിന്റെ വാതിൽ ഒരു ബുക്ക് ഷെൽഫ് കൊണ്ട് മറച്ചിരുന്നു. അതിനു മുകളിൽ ഭിത്തിയിൽ ഒരു മാപ്പും തൂക്കി. വാതിലിനു സമീപം വലിയ പെട്ടികളും ചാക്കുകളും അടുക്കിവച്ചു. ഉപയോഗമില്ലാത്ത മുറിയാണെന്ന് തോന്നൽ ഉണ്ടാക്കാനായിരുന്നു ഇത്. മുറിയുടെ ജനാലകൾ കറുത്ത കടലാസും കനത്ത കർട്ടനും കൊണ്ടു മറച്ചിരുന്നു. വായുസഞ്ചാരത്തിനായി ഒരു ജനാലയുടെ പാതി മാത്രം തുറന്നിട്ടു. ഓഫീസിനു പിന്നിലുള്ള ചെസ്നട്ട് മരം കെട്ടിടത്തെ പാതി മറച്ചിരുന്നു. മറ്റു പല ഒളിത്താവളങ്ങളെയും അപേക്ഷിച്ച് സൗകര്യപ്രദവും വിശാലവും ആയിരുന്നു ഇവിടം. ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ ലോകം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് 60ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 2.5 കോടി കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ബൈബിളിനു ശേഷം കഥേതര വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട പുസ്തകം ഇതാണ്. ഒളിയിടത്തിലിരുന്ന് ആൻ എഴുതിയ കുറിപ്പുകളാന്തനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകിയതെന്നു ജയിൽ മോചിതനായ ശേഷം നെൽസൺ മണ്ടേല പറയുകയുണ്ടായി. ആനിന്റെ പേരിൽ ഇന്ന് സ്കൂളുകളും തെരുവുകളും ഉണ്ട്. ബെൽജിയത്തിലെ ഒരുതരം റോസാച്ചെടി ആൻ ഫ്രാങ്ക് റോസാച്ചെടി എന്നാണ് അറിയപ്പെടുന്നത്. 1940 വരെ ആൻ പഠിച്ച ആംസ്റ്റർഡാമിലെ മോണ്ടിസോറി സ്കൂൾ ഇന്ന് ആൻ ഫ്രാങ്ക് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ആംസ്റ്റർഡാമിലെ ആൻ ഫ്രാങ്കിന്റെ ഒളിത്താവളം ഇന്ന് മ്യൂസിയമാണ്. ഓറഞ്ച് നിറത്തിലുള്ള പുറം ചട്ടയുള്ള ആനിന്റെ ഡയറിയും ഇവിടെ കാണാം. വർഷം തോറും കോടിക്കണക്കിനാളുകൾ ഇവിടം സന്ദർശിക്കുന്നു. ആൻ ഫ്രാങ്കിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്നു കരുതുന്നു. തുടർന്നുള്ള കഥകൾക്കും ചരിത്രങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.